അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ. സമാധാനവും സുഖവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ഇത്ത ദുആ ചെയ്യണം, ഓരോ വിഷമങ്ങൾ പറഞ്ഞ് പ്രത്യേകം മജ്ലിസിൽ വെച്ച് ഇത്ത ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാ അള്ളാ നമ്മൾ ദിക്ർ മജ്ലിസ് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ ദുആ അള്ളാഹ് സ്വീകരിക്കട്ടെ, നമ്മുടെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ, ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാക്കട്ടെ. അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ഏർവാടിയിലേക്ക് ഭക്ഷണം തരാൻ വേണ്ടി ആഗ്രഹമുള്ളവർ ഒരുപാട് പേര് പൈസ അയച്ച് തന്നവരുണ്ട്, ഞാൻ തരും എന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാ അള്ളാ ഓരോ കാര്യം വെച്ചിട്ടാണ് ഓരോരുത്തർ പൈസ തരുന്നത്. റബ്ബ് അതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കട്ടെ, ആ നേർച്ചയ്ക്ക് അള്ളാഹു ഫലം നൽകട്ടെ. അപ്പോൾ ആർക്കെങ്കിലും ഏർവാടിയിലേക്ക് ഭക്ഷണം കൊടുക്കാൻ, അതായത് അവിടെ രോഗികളാണ്, എന്ത് രോഗികൾ, മാനസികമായിട്ട് പ്രയാസമുള്ള രോഗികളാണ് അവിടെ വന്നിട്ട് 2-3 മാസം അവിടെ കഴിഞ്ഞ് കൂടിയിട്ട് അത് സുഖമായിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. അപ്പോൾ അവർക്കാണ് നമ്മൾ അവിടേക്ക് ഭക്ഷണം നേർച്ചയാക്കി കൊടുക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും. കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പേര് തന്നിട്ടുണ്ടായിരുന്നു. തന്നവർക്ക് കൂടുതൽ പേർക്കും തന്നെ ഫലം കിട്ടിയിട്ടുണ്ട്. അത്ഭുതമാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഞാനും അവിടേക്ക് ഭക്ഷണം നിയ്യത്താക്കി 4 പ്രാവശ്യം പോയ സമയത്തൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട്. വിഷൻ്റെ കാര്യമായാലൊക്കെ അതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അടുത്ത ശനിയാഴ്ചയാണ് അവിടേക്ക് പോകുന്നത്. കല്യാണം ശരിയായ ഈത്ത എന്ന് പറഞ്ഞവരുണ്ട്. ഒരു മകൻ നിസ്കരിക്കൂല, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകില്ല എന്നായിരുന്നു ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണം തന്ന് അവർ തന്നെ വാട്സപ്പിലൂടെ പറഞ്ഞു, എൻ്റെ മോന് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സുബഹിയൊക്കെ പള്ളിയിൽ പോയില്ലെങ്കിലും വീട്ടിൽ എണീറ്റ് നിസ്കരിക്കുന്നുണ്ട് എന്ന്. അൽഹംദുലില്ലാ ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് ഏർവാടിയിൽ ഭക്ഷണം കൊടുത്തിട്ട്. അതുപോലെ തന്നെയാണ് നാഗൂർ വെള്ളി രൂപങ്ങളാണ് അസുഖത്തിന് കൊടുക്കുക. അതിനും ഒരുപാട് പേര് പറയുന്നുണ്ട്. എനിക്ക് തന്നെ എൻ്റെ ഒരസുഖത്തിനെ തുടർന്നാണ് ഫസ്റ്റായിട്ട് ഞാൻ നാഗൂർ പോയിട്ടുള്ളത്. അത് 4 തവണ പോയപ്പോൾ ഞാൻ എൻ്റെ കയ്യിൻ്റെ വിരൽ 4 കയ്യിൻ്റെ 2 വിരലുകളും അതുപോലെ കാലിൻ്റെ വിരലിനൊക്കെ പ്രശ്നമായിരുന്നു. നഖം ഇങ്ങനെ പൊടിഞ്ഞു പോകലായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പം ഞാനൊരു ഗുളിക പോലും കുടിക്കാറില്ല കേട്ടോ. അത് റാഹത്തായിട്ടുണ്ട്. ഭയങ്കര ചൊറിച്ചിലായിരുന്നു വിരലുകളൊക്കെ, അതിനൊക്കെ സമാധാനമുണ്ട് അൽഹംദുലില്ലാ. അതിനി അള്ളാഹ് കാണിച്ചു തരാതിരിക്കട്ടെ ആ നേർച്ചൻ്റെ പുണ്യം കൊണ്ട്. അതുപോലെ നാഗൂർ ആർക്കെങ്കിലും വെള്ളി രൂപങ്ങൾ എന്തെങ്കിലും അസുഖത്തിന് കൊടുക്കാനുള്ളവർ, വീടില്ലാത്ത പ്രയാസം പറയുന്ന ഒരുപാട് പേരുടെ നമ്മുടെ കൂട്ടത്തിൽ വെള്ളി വീട് കൊടുക്കുന്നുണ്ട് അവിടെ. ഞാൻ അവിടെ നമ്മളവിടെ വാങ്ങാൻ പോകുന്ന സമയത്ത് 11 വെള്ളി വീട്, 5 വെള്ളി വീടൊക്കെ ആയിട്ടാണ് ഓരോരുത്തർ വാങ്ങി കൊടുക്കുന്നത്, വീടുണ്ടാവാൻ, മക്കൾക്ക് വീടുണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വെള്ളി വീട് നെയ്യത്താക്കിക്കോളിട്ടോ. നിങ്ങൾക്ക് അവിടെ പോയി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അല്ല, കൊടുക്കാൻ പറ്റാത്തവരോടാണ് പറയുന്നത്, ഈ കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന പാറ, കുരുക്കൾ, അലർജി സംബന്ധമായിട്ടുള്ള പ്രയാസം, അതിനൊക്കെ ഉപ്പ് കുരുമുളക് പാക്കറ്റാണ് കൊടുക്കുക. ആഗ്രഹം നിറവേറാൻ പ്രാവിന് ഭക്ഷണമാണ് കൊടുക്കുക. അതൊക്കെ അവിടുന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ ഇതാണ് കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന്. അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് ഒരു ദിക്റുമായിട്ടാണ്. അതായത് നമ്മളെപ്പോഴും ഓരോ ദിവസം നമ്മൾ ഒരു 10-100 തവണ വിളിക്കുന്ന ഒരു ദിക്റാണത്, ഒരു അമലാണത്. അതുകൊണ്ട് അതാണ് നമ്മൾ ഇന്ന് 313 തവണ ചൊല്ലുന്നത്. ആരാണ് ഇത് ചൊല്ലുന്നത്? നിങ്ങൾ ആ ഒരു അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് വിളിക്കുക. അള്ളാഹിനെ മനസ്സിൽ നിങ്ങൾ ചൊല്ലാനിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ റബ്ബ് എൻ്റെ മുന്നിലുണ്ട് എന്ന മനസ്സോടുകൂടി ചൊല്ലി നോക്കി. ഇന്ന് തന്നെ മഗ്‌രിബിൻ്റെ മുന്നേ ഇതിൻ്റെ ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇൻഷാ അള്ളാ നമ്മൾ ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അള്ളാഹ് സ്വീകരിക്കുന്ന മജ്ലിസാക്കട്ടെ. ആരൊക്കെയാണ് എന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത്, അവരുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും റബ്ബേ ഈ മജ്ലിസിൻ്റെ പുണ്യം കൊണ്ട് നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ്, 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 യാ അല്ലാഹ്,
ya Allah, 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 ya Allah. Ya Allah, 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 Ya Allah,
ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah. Ya Allah, 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 Ya Allah. Ya Allah, 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 Ya Allah. റബ്ബേ, റഹ്മാനായ റബ്ബേ, റബ്ബേ, ഞങ്ങളെ ചൊല്ലിയിട്ടുള്ളതിനെ നീ സ്വീകരിക്കല്ല, നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന വിഷമങ്ങൾ നീ മാറ്റിത്തരണേ അല്ല. ഞങ്ങളിൽ കൂടുതൽ പേർക്കും കടം കൊണ്ടുള്ള ടെൻഷനാണ് റഹ്മാനെ. അത് വീട്ടാനൊരു വഴി ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ കാണുന്നില്ല അല്ല. റബ്ബേ, നിൻ്റെ ഖജനാവിലെടുത്താൽ തീരാത്തതുണ്ടല്ലോ റബ്ബേ. റബ്ബേ, വഴി തുറന്ന് നൽകല്ല. ഞങ്ങളെ മുന്നിൽ നീ വഴി തുറന്ന് നൽകല്ല. ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകല്ല, വിഷമം മാറ്റല്ല. ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ടും വീഡിയോയിലായിട്ടും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ലോ. അവരെന്തൊക്കെയാണ് മനസ്സിൽ പ്രയാസമുള്ളതെന്ന് നിനക്കറിയാലോ. റബ്ബേ, അവരുടെ മനസ്സിന് നീ സമാധാനവും സന്തോഷവും നൽകല്ല. അവരുടെ ജീവിതത്തിൽ റാഹത്ത് നൽകല്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് തീർത്ത് കൊടുക്കല്ല. ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല. ഞങ്ങളെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. കടം തന്ന് ദാരിദ്ര്യം തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ല. അസുഖം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല. ഞങ്ങളെ എല്ലാവിധ ബുദ്ധിമുട്ടും നീ തീർത്ത് തരണേ അല്ല. ഞങ്ങളെ ഈ മജ്‌ലിസിൽ ദിവസമായിട്ട് ചൊല്ലുന്ന ദിക്റുകൾ സ്വലാത്തുകൾ നീ സ്വീകരിക്ക് റഹ്മാനെ. ഞങ്ങളിൽ
നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങൾ പൊന്നുപ്പമാർ പൊന്നുമ്മമാർ ബാക്കിയുള്ളവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലുന്നതിൻ്റെ മിഥില തവാബിനെ എത്തിച്ചു കൊടുക്കല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകല്ല, റാഹത്ത് നൽകല്ല. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ല. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ ദുആക്ക് നീ ഫലം തരണേ അല്ല. ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും ചൊരി. ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്ക്. ഞങ്ങളെ മക്കളെ സ്വഭാവം നീ നന്നാക്കണേ അല്ല. റബ്ബേ, എല്ലാവിധ ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭർത്താക്കന്മാരെ ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളെ ബാക്കിയുള്ളവർ ഞങ്ങളെ നാട്ടുകാർ അയൽവാസികൾ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകല്ല. റബ്ബേ, ഒരു ദിവസം പോലും സമാധാനമില്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഉമ്മമാരുണ്ട് റഹ്മാനെ. കടം കൊണ്ടുള്ള വിഷമം അനുഭവിക്കുന്നവർ റബ്ബേ, ആയിട്ടവരെ മനസ്സിന് നീ സമാധാനം നൽകല്ല, സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ല. ഞങ്ങളുടെ മജ്‌ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ല. ഞങ്ങളുടെ നേർച്ചകളെ നീ സ്വീകരിക്കണേ അല്ല. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ളുഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് സംസാരിക്കാതെ യാ അള്ളാ എന്ന ഈ ഒരു ഇസ്മുണ്ടല്ലോ, അള്ളാൻ്റെ നാമം നമ്മളെപ്പോഴും ചൊല്ലുന്നതാണ്. ഇത് നിങ്ങൾ 313 ചൊല്ലി നിങ്ങളൊന്ന് ദുആ ചെയ്യൂ. ഈ മജ്‌ലിസിലിരുന്ന് തന്നെ ചൊല്ലിക്കോളൂ. കൂട്ടത്തോടെ ചൊല്ലുന്ന സമയത്ത് ഇതിന് ഫലം കിട്ടും. ഒരുപാട് പേര് പറയാറുണ്ട്, ഇന്നത്തെ ക്ലാസ് ഞാൻ കേട്ട് എനിക്കെൻ്റെ കാര്യം നടന്നു എന്ന്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.